നമസ്കാരം. അകത്തും പുറത്തും ഒക്കെ തന്നെ സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലേ. എന്നാൽ നമുക്ക് ശരീരത്തിന് നന്നായിട്ടൊന്ന് തണുപ്പിച്ചാലോ. എന്നാലോ നമ്മുടെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ആയുർവേദ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ശരീരത്തിനെ തണുപ്പിക്കുക എന്നുള്ള ഉദ്ദേശമല്ല, ശരീരത്തിന് മറ്റുള്ള ഒരുപാട് ഗുണങ്ങളും കൂടെ തരുന്ന രീതിയിൽ ഈ 9 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നറിയാം. ഇതിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും കൂടെ അറിയണ്ടേ. അതിന് വീഡിയോ മുഴുവനായിട്ട് കാണണേ, ഒന്ന് സ്കിപ്പ് ചെയ്യരുത്. ഞാൻ ഡോക്ടർ സജിത ആദിത്യൻ. ഇതിൽ ഒന്നാമത്തേത് ഖർജൂരാതി മന്ദയാണ്. ഖർജൂര എന്ന് വെച്ചാൽ ഡേറ്റ്സ് അല്ലെങ്കിൽ ഈത്തപ്പഴമാണ്. മന്ദ എന്ന് ആയുർവേദത്തിൽ പറയുന്നത് ബോഡിയെ തണുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രിങ്ക് എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഖർജൂര, അതായത് 2 ഈത്തപ്പഴം നമുക്ക് എടുക്കാം, അത് വെള്ളത്തിലിട്ട് വെക്കാം. അതിന് കൂടെ ഒരു 10 ഉണക്കമുന്തിരി കൂടെ ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് കുതിർത്തെടുക്കുക. അതിനുശേഷം ഇത് നല്ല അരച്ച് പേസ്റ്റാക്കി എടുക്കേണ്ടതാണ്. അതിലേക്ക് മലർ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ അല്പം വെള്ളവും കൂടെ ചേർക്കാം. ഇത് ചേർത്തിട്ട് ഈ പേസ്റ്റ് പോലെ അരച്ചെടുത്തതിലേക്ക് നമുക്ക് അല്പം ശർക്കര ചീവിയിട്ടിട്ടോ അല്ലെങ്കിൽ ശർക്കര പാനിയോ അല്പം ചേർത്താൽ മതി. അതും കൂടെ ചേർത്ത് ഈ ഒരു മലരുണ്ടല്ലോ, മലരെന്ന് വെച്ചാൽ പഫ്ഡ് പടി എന്ന് പറയും, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലൊരു ഡ്രിങ്കായിട്ട് കുടിക്കാനായിട്ട് എടുക്കാം. ശരീരത്തിലെ പിത്തദോഷത്തെ വളരെയധികം കുറയ്ക്കാനും അല്ലെങ്കിൽ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം അകറ്റാൻ, ദാഹം അകറ്റാൻ, നല്ലൊരു എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഇനി അനീമിയ അല്ലെങ്കിൽ വിളർച്ചയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നല്ല ദാഹം തോന്നുന്നൊരു സമയമൊക്കെ ആണെങ്കിൽ അതിലേക്ക് പോമഗ്രാനൈറ്റ് അല്ലെങ്കിൽ ഉറുമാമ്പഴം ഉണ്ടല്ലോ, അതിൻ്റെ മാതളത്തിൻ്റെ നീരും കൂടെ ചേർക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഒരു ഡ്രിങ്കായി. നിങ്ങൾ പലപ്പോഴും ശരീരത്തിന് തണുപ്പിക്കുക എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ട് കുടിക്കുക എന്നുള്ളതല്ലേ ആദ്യം മനസ്സിലേക്ക് ഓടിപ്പോവുക. അത് വേണ്ട, കാരണം അത് നമുക്ക് പുറമേയുള്ള തണുപ്പേ ഉള്ളൂ, ശരീരത്തിന് അത്ര തന്നെ നല്ലതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് നമുക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ല. ബോഡിക്ക് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ പറ്റുന്ന അത്രയേറെ കഴിവുള്ളതാണ് ഈ ഖർജൂരാതി മന്ദ. ഇത് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേതുണ്ട് ആമലകി പാനകം എന്നുള്ള. പേര് കേട്ടപ്പോൾ മനസ്സിലുണ്ടാവും ആമലകി എന്നുള്ളത് നെല്ലിക്കയാണ് എന്നുള്ളത്. നെല്ലിക്ക 2 നെല്ലിക്കയെ നമുക്ക് ആവശ്യമുള്ളൂ. നെല്ലിക്ക അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുക, എന്നിട്ട് അരിച്ചെടുക്കുക. അതിലേക്ക് അല്പം ശർക്കര പാനിയോ അല്ലെങ്കിൽ ശർക്കര നേരത്തെ ചെയ്തതുപോലെ ഒരു ചീവി ഇടില്ലേ നമ്മൾ, അതുപോലെ ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടി മാത്രമേ ശർക്കര ചേർക്കേണ്ടതുള്ളൂ, അമിതമായിട്ട് വേണ്ട. ഇനി അതിലേക്ക് അല്പം ചുക്കും അതുപോലെ ഏലക്കായോടെ പൊടിച്ച പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലൊരു ഡ്രിങ്കായിട്ട് നിങ്ങൾക്കത് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. പിത്തശമനത്തിനും രക്തശുദ്ധീകരണത്തിനും അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനും ബോഡി ഹീറ്റ് കൂടുതലുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് ഈ ആമലകി പാനകം എന്നുള്ളത്. ഇനി മൂന്നാമത്തേത് മോരാണ്. ശീതം മധുരം തിക്തം പിത്തശമനം എന്നുള്ളതാണ്. അതായത് മധുരരസമുള്ളതും അതുപോലെ ഒരു തിക്ത ഗുണം, ഒരു ബിറ്റർ ടേസ്റ്റ് ഉള്ളതും ഇങ്ങനെയുള്ള ടേസ്റ്റ് ഉള്ളതൊക്കെ തന്നെ പിത്തത്തിനെ കുറയ്ക്കുമെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുളി ടേസ്റ്റൊക്കെ വരുന്ന ഈ ഒരു മോര്, നമുക്ക് അധികം പുളിയില്ലാത്തതായിട്ടുള്ള മോര്, തൈരല്ല മോരിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ മോര് നമ്മുടെ ശരീരത്തിൻ്റെ ചൂടിനെ കുറയ്ക്കാൻ ഒരു പരിധിയിൽ കൂടുതൽ നല്ലതാണല്ലോ എന്നോർത്ത് ഒന്നും ഉപയോഗിക്കരുത്, പ്രത്യേകം എടുത്ത് പറയുകയാണ്. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫലമാണ് കിട്ടുക. അപ്പം ഈ പറഞ്ഞ രീതിയിൽ തന്നെ മോര് ഒരു ഗ്ലാസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടും മോര് കാച്ചിയിട്ടായാലും കുടിക്കാം. അതിലേക്ക് തന്നെ നമുക്ക് കറിവേപ്പിലയോ ഇഞ്ചിയോ ഒക്കെ തന്നെ ചേർത്തിട്ട് ഒന്നുകൂടെ മോരിന് സ്വാദിഷ്ടമായിട്ടും ദീപനപാചനമായിട്ടുള്ളതാക്കിയിട്ട് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ മൂന്നാമത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് തക്ര അല്ലെങ്കിൽ മോരാണ്. ഇനി ഇതിൽ വിഭാഗത്തിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന്, നമ്മുടെ ബോഡിയുടെ എനർജി തന്നെ കൂട്ടുന്ന രീതിയിലും ശരീരത്തിന് തണുപ്പിക്കുന്ന രീതിയിലും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ തണ്ടുരോധക എന്ന് പറയുന്നുണ്ട്. അത് അരി കഴുകിയ വെള്ളമാണ്. പക്ഷേ ഈ കാലത്തൊന്നും നമുക്ക് അരി കഴുകിയ വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല, കാരണം അതിൽ കെമിക്കൽസ് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കഞ്ഞി വെള്ളമായിട്ട്, തിളപ്പിച്ച കഞ്ഞി വെള്ളം എനർജി ലെവൽ കൂട്ടാനും ഇതുപോലെ ദാഹം ശമിപ്പിക്കാനും ബോഡിയെ കൂളാക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ നാലാമത്തേത് ധാന്യക ഹിമ എന്നുള്ളതാണ്. ഇത് കുടിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? തലചുറ്റൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷനും ബോഡിയിലും യൂറിൻ പാസ് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ അസഹ്യമായിട്ടുള്ള ചുട്ടുപുകച്ചിലൊക്കെ പലരും പറയാറുണ്ട്. അതുപോലെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ശരീരത്തിന് തന്നെ നല്ല ഇങ്ങനെ നമുക്ക് ചൂട് അമിതമായിട്ട് പുക പോകുന്നത് പോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്.
അല്ലെങ്കിൽ മെൻസസ് ഒക്കെ തീരാറായി മെനോപോസ് അടുത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഹോട്ട് ഫ്ലാഷസ് പോലുള്ള പ്രശ്നങ്ങളും പിത്തദോഷം കൂടിയിട്ട് മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ചൂട് കാലത്തും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ധാന്യക ഹിമ എന്നുള്ളത്. സിമ്പിളാണ്. രാത്രി ഒരു 2 സ്പൂൺ മല്ലി ഒരു കപ്പ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വെക്കുക, അല്ലെങ്കിൽ ആ ചൂട് വെള്ളത്തിൽ ഇട്ട് വെക്കുകയോ ചെയ്താൽ മതി. പിറ്റേ ദിവസം ആ വെള്ളം എടുത്ത് കുടിക്കുക. ഇത്രയേ ഉള്ളൂ ധാന്യക ഹിമ എന്നുള്ളത്. ബോഡിയെ നല്ല കൂളിംഗ് ആക്കി വെക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ഇനി അതുപോലെ 5-മത്തേത് ഉഷീര ഹിമയാണ്. ഉഷീര ഹിമ എന്ന് പറയുമ്പോൾ ഉഷീര എന്നുള്ളത് രാമച്ചമാണ്. രാമച്ചം നമുക്ക് വീട്ടിലൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇത് ചെടിച്ചട്ടിയിൽ വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ വേരാണ് ആവശ്യമായിട്ടുള്ളത്. ഈ വേര് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ ഉണക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഉപയോഗിക്കാനും പറ്റും. നല്ല സുഗന്ധമുള്ളതാണ്. പിന്നെ ഇത് വെള്ളത്തിലിട്ടിട്ട് ഒരു പ്രത്യേകിച്ച് നമ്മളൊരു മണ്ണിൻ്റെ പോട്ടൊക്കെ ഉണ്ടല്ലോ, മൺകുടമൊക്കെ, അതിലൊക്കെ കൂജയിലൊക്കെ ആക്കിയിട്ട് വെള്ളത്തിൽ അല്പം ഈ രാമച്ചം ഇട്ട് വെക്കുകയാണെങ്കിൽ, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി, അത് ഇട്ട് വെക്കുകയാണെങ്കിൽ ശരീരത്തിനെ തണുപ്പിക്കാൻ ഈ സമ്മറിൽ നമുക്ക് മറ്റൊന്നിനെ അന്വേഷിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ബോഡിയിൽ ഇതുപോലുള്ള ഹോട്ട് ഫ്ലാഷസ് പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചൂട് കൂടിയിട്ടും പിത്തദോഷം കൂടിയിട്ടുള്ള ഒരു അവസ്ഥയിലും ചൂട് കാലത്തും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഈ ഒരു ഉഷീര ഹിമ എന്നുള്ളത്. ഇനി 6-മത്തേത് കൊക്കും ജ്യൂസാണ്. കൊക്കും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ വീഡിയോയിൽ തന്നെ മുൻപ് 2 തവണ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കുടംപുളി പോലെയൊക്കെ തന്നെ സാദൃശ്യം തോന്നുന്ന മറ്റൊരെണ്ണം. ഇതിന് ഈനാർപുളി എന്നും മലയാളത്തിൽ പറയാറുണ്ട്. ഇത് പല സ്ഥലങ്ങളിലും നല്ല കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇല്ലാത്തവർക്ക് അങ്ങാടിക്കടയിലൊക്കെ ചോദിച്ചാലും വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ഉണങ്ങിയിട്ടുള്ള തൊലിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് വെള്ളത്തിൽ 2-3 മാക്സിമം 4 തൊലി ഇട്ടിട്ട് വെക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം അതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഉപ്പ്, ശർക്കര, ഒരു നുള്ള് കായപ്പൊടി വേണമെങ്കിലും മതി. അതുപോലെ തന്നെ ഒരു ചെറിയ എരിവൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പച്ചമുളക് ചെറുതായിട്ടൊന്ന് അതിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഡ്രിങ്ക് റെഡിയായി. അധികം ഒന്നുമില്ല. ഉപ്പിന് കൂടെ തന്നെ ചെറിയൊരു മധുരത്തിന് അല്പം ശർക്കരയും കൂടെ ചേർത്തിട്ടും തയ്യാറാക്കാറുണ്ട്. എങ്കിൽ ഉപ്പ് മാത്രം ചേർത്തിട്ടും ശർക്കര ചേർത്ത് അതിന് കൂടെ അല്പം മോരും കൂടെ ഒഴിച്ചിട്ടും പല രീതിയിൽ ഇതിനെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഉദ്ദേശം നമ്മുടെ ബോഡി ഹീറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ചിലർക്കൊക്കെ പിത്തദോഷം കൂടിക്കഴിഞ്ഞാൽ തന്നെ ശരീരത്തിലൊക്കെ ചുവന്ന് തടുത്ത് ഒക്കെ തന്നെ ഒരു അലർജി പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ചുമന്ന് ഒക്കെ വരാറുണ്ട് റൗണ്ടിൽ. ആ സമയത്തൊക്കെ ഇതുപോലുള്ള ഡ്രിങ്കൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ശമിക്കുന്നതായിട്ട് കാണാം. അപ്പം നമ്മൾ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. പിത്തത്തെ കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു കൊക്കും ജ്യൂസ് ഉപയോഗിക്കുന്നത്. പുനാർപുളി എന്നുള്ളതാണ് ഇതിന് മലയാളത്തിൽ നമ്മൾ പറയുന്ന ഒരു പേര്. ഇനി അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരെണ്ണമാണ് ദ്രാക്ഷാപാനകം. ഇത് ഒന്നുമില്ല, ഉണക്കമുന്തിരി നമ്മൾ അല്പം വെള്ളത്തിൽ കുതിർത്ത് ഇട്ട് വെക്കുക. അത് രാത്രിയൊക്കെ കുതിർത്തിട്ട് വയ്ക്കുകയാണെങ്കിൽ പകൽ സമയങ്ങളിൽ പിന്നീട് നമുക്കതിനെ ഒന്ന് നന്നായി പിഴിഞ്ഞ് ഞെരടി എടുത്തിട്ട് ആ ഒരു വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത് ശരീരത്തിനെ കൂളാക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. പിന്നെ നിങ്ങൾക്ക് വിളർച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ദഹനത്തിന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാനും സ്കിന്നിനൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ് തരാനും നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു ദ്രാക്ഷാപാനകം. അതുപോലെ വാതപിത്ത ദോഷത്തേക്ക് ബാലൻസ് ചെയ്യാനും ശരീരത്തിന് വളരെയധികം തളർച്ചയും ഡ്രൈനെസ്സും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും കൂടെ ഹെൽപ്ഫുൾ ആണ്. ഇനി 8-മത്തേത് മധുക ഫാന്ത എന്നുള്ളതാണ്. ഇത് മറ്റൊന്നുമല്ല, യഷ്ടി മധു ആയുർവേദത്തിൽ സംസ്കൃതത്തിൽ നമ്മൾ പറയുന്ന പേരാണ്. അത് ഇരട്ടി മധുരം. ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഒരു നുള്ള് 1/2 ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക. നല്ല ചൂടുള്ള വെള്ളത്തിലിട്ട് വയ്ക്കുക. ആ വെള്ളം തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും തന്നെ ബോഡിയെ നല്ല കൂളാക്കി ഇരുത്താനും അൾസർ പോലുള്ള പ്രശ്നങ്ങളോ വയറിലുണ്ടാവുന്ന മറ്റുള്ള എരിച്ചിൽ, പുകച്ചിൽ പോലുള്ള അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ ഇതേറെ നല്ലതാണ്. പിത്തത്തെ കുറയ്ക്കാൻ ഇതിലും നല്ലൊരു മാർഗ്ഗമില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും ഈ ഒരു കാലത്ത്. ഇനി അതുപോലെ 9-മത്തെ ഡ്രിങ്ക് ഏതാണെന്ന് അറിയണ്ടേ? അത് നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്ക് കരിക്ക് കിട്ടാറുണ്ട്, ഇളനീര്. അപ്പം ഈ ഒരു കരിക്കിൻ വെള്ളത്തിലേക്ക് അല്പം മലര് കൂടെ കുതിർത്തി ഇട്ട് വയ്ക്കുക. അതിനുശേഷം അതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ട് നമുക്ക് കുടിക്കാനായിട്ട് എടുക്കാം. ഇത് ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ
ബോഡിയെ കൂളാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പലരും തന്നെ ഫോളോ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡും കൂടിയാണിത് ശരീരത്തിനെ കൂളാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ചൂട് കാലത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. ഈ പൈത്തിക ദോഷങ്ങൾ കൂടുമ്പോഴേ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുക. മുടി കൊഴിച്ചിൽ, അല്ലെങ്കിൽ മുഖത്ത് ഒരുപാട് കുരുക്കൾ വരിക, ചൊറിഞ്ഞ് തടിച്ച് പൊങ്ങുക ദേഹത്തൊക്കെ, ഇതൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ കുറയ്ക്കാനും ഈ ഒരു ചൂട് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ ചെയ്താലും മറ്റൊരു ഒട്ടനേകം ഗുണങ്ങളൂടെ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ ഗുണകരമായിട്ടുള്ള 9 ഡ്രിങ്കുകൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ശരീരത്തിലെ ആ ഒരു ഉഷ്ണത്തെ ശമിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടണ്ടേ. മറക്കരുതേ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.